പൊളിഞ്ഞ് ചാടിയതാണ് രാവിലെ. മറ്റേ കാറുകാരൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി തോന്നുന്നുണ്ട്. ഓന് ഫാമിലി മൊത്തം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ ബേജാറുണ്ടാവില്ലേക്കാരും ചിലപ്പോ. ഓന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ബേജാറില്ല. പോവാണ് എല്ലാരും ഒപ്പം പോയിക്കോളും വിചാരിച്ചിട്ടേ. മറ്റേലൊപ്പം പോയി ഒന്നുണ്ട്. അല്ല അതല്ല, ഈ മയം കൊണ്ട് എന്ത് ഒന്നും നടക്കൂല. ഫോണ് പുറത്ത് കിടക്കാൻ കഴിയണ്ടേ നമുക്ക്. പിന്നെ ഒരു ഇൻഷാല്ലാ വരാം, വേനലാട്ടെ. ഓക്കെ, അപ്പൊ തന്നെ റോഡ് ഉസാറാവും. നമുക്കതാണുള്ള ആവശ്യം. ഇത്രയും ഡേഞ്ചർ കണ്ടുകാണ്ട് നിങ്ങൾ അതിലെ പോയല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിറച്ച് ബോർഡ് എഴുതി വെച്ചിക്കണേ. മണ്ണടിച്ചിലുണ്ട്, മരം വീഴും, ആരും ആവശ്യമില്ലാതെ ആരും പോകരുത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോഴും ആൾക്കാർ ഇതല്ല അപ്പുറത്ത് ബോർഡ് കണ്ടു അവിടെ, ഞാൻ വായിച്ചല്ലോ. അപ്പോഴും ആൾക്കാർ പോകുന്നതാണ്. എന്താ പറയാ, അല്ല പോണോല് പോയിക്കോട്ടെ, നമ്മളേതായാലും അതെ എൻജോയ്മെന്റ് ആണ്. ഇതൊക്കെ എന്തൊരു എൻജോയ്മെന്റ് ആണ്. ഓക്കെ, അതാ പോണേ. ഓനൊക്കെ നല്ല എൻജോയ്മെന്റ് ആണ്. ഈ മയത്ത് പിന്നെ എന്താണ് വയനാട് വയനാട് ഉരുൾപൊട്ടിയിട്ടേ അതിന്റെ ഒരു നടുക്കം മാറിയില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു നിങ്ങളെന്തിനാ പോയത്? നമ്മളിത് അറിയാതെ വന്ന് പെട്ടതാണ് അല്ലേ? നമ്മളെ അറിയാതെ വന്ന് പെട്ടതാണ്, നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് ആ മല കയറി മോളിക്കെത്തുമ്പോഴാണ്, ആ മോളിക്കെത്തുമ്പോഴാണല്ലോ എന്ത് മഴയത്. ആദ്യം മഴ പെയ്തിക്കാണ് നമ്മൾ കയറുന്നില്ലല്ലോ. മഴ ഉണ്ടെങ്കിൽ നമ്മൾ പോണില്ലല്ലോ, ഇറങ്ങാൻ പറ്റൂല. എങ്ങനെ മയം കൊണ്ടാ പിന്നെ വെള്ളത്തിൽ ഇത് കാണല്? കുളിക്കണ്. അപ്പൊ ആരും കരിയത്തുംപാറ പറഞ്ഞാണ്ട് പാഞ്ഞു വരാൻ നിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, തമാശ അറിയില്ല, നല്ല മഴയാണ്. നമുക്ക് കോഴിക്കോട്ടെ വിട്ടാ മതി, കുഴപ്പമൊന്നുമില്ല, എവിടെ പോയാലും പറ്റാം. അപ്പൊ ഇത് കാണാൻ പറ്റുമോ? കോഴിക്കോട്ടേക്ക് പോയാൽ കരിയത്തുംപാറക്ക് പോണ ഈ ഡേഞ്ചർ കാണാൻ പറ്റും? നമുക്ക് പറ്റൂല. അപ്പൊ കോഴിക്കോടിൽ കാണാൻ പറ്റുള്ളൂ. എന്തേ